ഒരുപാട് കാര്യങ്ങൾ, ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ആ സിനിമയിലുണ്ട്. നമ്മളത് കണ്ട് മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ പടം വളരെയധികം ഇഷ്ടപ്പെടുന്നു. എനിക്ക് നല്ല സിനിമയായിട്ട് തന്നെയാണ് തോന്നിയത്. എനിക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല. ഇനിയിപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ളവർ പറയുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരും. പക്ഷെ അത് മൈൻഡ് ചെയ്യാത്ത രീതിയിലുള്ള റിവ്യൂ ഞാനിപ്പോൾ പറയാം. പടത്തിൻ്റെ പേര് തന്നെ നോക്കുക, എക്കോ ഫ്രം ദി ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യാച്ചൻ. ഇങ്ങനെ തന്നെയാണ് പടത്തിൻ്റെ പേര് പോലെയാണ് പടവും. കാരണം കുര്യാച്ചൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, പുള്ളിയുടെ ലൈഫിലെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല. പുള്ളി എന്തോ വലിയ സെറ്റപ്പാണ്, അതാണ് ഇതാണെന്നൊക്കെ ഇതിനകത്ത് ഉടനീളം പറയുന്നുണ്ട്. പക്ഷെ അത് കാണിക്കുന്നില്ല. പിന്നെ ഒരു പോയിന്റിൽ എനിക്ക് സംഭവം മനസ്സിലായി, കുര്യാച്ചനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവരൊന്നും പറയില്ല എന്ന് മനസ്സിലായി. കാരണം പടത്തിൻ്റെ റൺ ടൈം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അധികം ഒന്നും പറയാനുള്ള സാധനമില്ല. അപ്പോൾ എന്തായാലും അധികം ഒന്നും പറയില്ല എന്നുള്ള കാര്യം എനിക്ക് ഓൾറെഡി മനസ്സിലായി. അപ്പോൾ ആ രീതിയിൽ പക്ഷേ ആ ഒരു ഗ്രിപ്പ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇനി എന്ത് വരും, എങ്ങോട്ട് എത്തിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ തന്നെ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ വിഷ്വൽസ് എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് വിഷ്വൽസ്. ഒരു രക്ഷയില്ല, മൈൻഡ് ബ്ലോയിങ് വിഷ്വൽസ് ആണ് മൊത്തം. ഫുള്ള് പച്ചപ്പും കാര്യങ്ങളും മലയും മലനിരകളും എല്ലാം കൊണ്ടും കണ്ണിന് ഭയങ്കര കുളിർമയാണ്. കോടമഞ്ഞും കാറ്റും, എൻ്റെ പൊന്നോ രക്ഷയില്ല. വിഷ്വൽസ് കാണാൻ വേണ്ടി 2 തവണയെങ്കിലും ഈ പടം കാണാമെന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലത്തെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ വിഷ്വൽസ് കാര്യങ്ങളും എല്ലാം. പിന്നെ മ്യൂസിക് രക്ഷയില്ല. ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു ഹൈപ്ഡ് മ്യൂസിക്കാണ് വരുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. അവസാനം ക്ലൈമാക്സിൽ ആ സ്റ്റോറി റിവീൽ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രസമുണ്ടാകുന്ന മ്യൂസിക്. ഇങ്ങനെ പിടിച്ചങ്ങി ഇരുത്തും നമ്മൾ ആ സീനിലോട്ട്. ഹൈപ്പായിരുന്നു, ഹൈ മൊമെൻ്റ് ആയിരുന്നു ആ സാധനം കാണുന്നത്. എനിക്ക് പേഴ്സണലി ഞാൻ പറയുന്നത് എനിക്ക് അത്രയും നല്ല മൊമെൻറ്റ് കിട്ടി, ഒരു ഹൈ മൊമെൻറ്റ് എനിക്ക് ആ മ്യൂസിക്കിൽ നിന്നൊക്കെ കിട്ടി. ഇത് കണ്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്, കണ്ടു നോക്കുക, ഇത് എക്സ്പീരിയൻസ് ചെയ്യുക, ഞാൻ അത്രേ പറയുന്നുള്ളൂ. സിനിമയുടെ മാജിക്കാണ് ഇതൊക്കെ. അപ്പോൾ കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് വേറൊരു പടമായിട്ട് പിന്നെ കാണാം.